ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഡ്രീം ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞങ്ങളുടെ തിരുവനന്തപുരത്തുള്ളൊരു സൈറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വൈറ്റ് സിമെൻ്റ് അടിച്ച് പ്രൈമർ അടിച്ച് 2 കോട്ട് എമർഷൻ അടിച്ച് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. അതാണ് കസ്റ്റമർ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് സിമെൻ്റ് അടിക്കുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിലവിൽ വൈറ്റ് സിമെൻ്റ് അടിച്ച് കഴിഞ്ഞു. അവിടെ പ്രൈമർ അടിച്ച് 2 കോട്ട് എമർഷൻ ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത പുട്ടി ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു വർക്കാണ് നമ്മളോട് കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ആ രീതിയിലാണ് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പലരും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നവർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, പുട്ടി ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പുട്ടി ഇട്ട് ചെയ്യുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതിന് പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നുമില്ല. പുട്ടിയിട്ട് ചെയ്യുമ്പോൾ വീട് കാണാൻ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ പുട്ടിയിടാതെ ചെയ്ത വീടുകൾക്ക് പ്ലാസ്റ്ററിങ് നല്ല ഫിനിഷിംഗ് ആണെങ്കിൽ പുട്ടിയിടാതെ ചെയ്യുന്ന വീടുകൾക്കും അത്ര പ്രശ്നമില്ല, കാണാൻ നല്ല ഭംഗി തന്നെയായിരിക്കും. എന്നാലും പുട്ടിയിട്ട് ചെയ്യുമ്പോൾ അതിനുള്ള ചെറിയൊരു മൈന്യൂട്ട് ഹോളുകൾ പോലും ആ പുട്ടിയിൽ ഫിനിഷ് ചെയ്ത് പോകാം നമുക്ക്. അപ്പോൾ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇതൊക്കെ നിശ്ചയിക്കുന്നത് അവരോരോ സാമ്പത്തികമാണ്. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് അവനവൻ്റെ കയ്യിലെ ക്യാഷിനനുസരിച്ച് നമുക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീടിനെ സംബന്ധിച്ച് ഈ വീട്ടിൽ പുട്ടി നിലവിലെങ്ങും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ പ്രൈമർ അടിച്ച് 2 കോട്ട് എമർഷൻ അടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും വീടിന് നല്ലൊരു ഭംഗിയാണ്. അത് ഈ തേപ്പും പ്ലാസ്റ്ററിങ്ങും നല്ലൊരു ഭംഗിയായിട്ടുണ്ട്, അതിൻ്റെയാണ്. അപ്പോൾ ഈ വീടിന് ചില ഭിത്തികൾക്കൊക്കെ കളർ നമ്മളൊരു ചെറിയൊരു മാറ്റം വരുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കസ്റ്റമർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫൈനൽ ഒരു ഔട്ട്പുട്ടാണ് കേട്ടോ. അകത്തുള്ള റൂമിൻ്റെയൊക്കെ അകത്തുള്ളൊരു ഇതാണ്. അപ്പോൾ എല്ലാ വീഡിയോയും നമുക്കിപ്പോൾ പെയിൻ്റ് അടിക്കുന്ന വീഡിയോ എല്ലാം തന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അത് എല്ലാം കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ലെങ്ത്തും വരും. അപ്പോൾ നമ്മൾ മാക്സിമം അത് എല്ലാ വീഡിയോയിലും തന്നെ കാണിക്കാറുണ്ടല്ലോ, അപ്പോൾ അത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ പുറം സൈഡാണിത്. ഇവിടെ ഈ ഷോവാൾ വന്ന സൈഡൊക്കെ നമ്മളൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ നമ്മൾ അടിക്കുന്നത് സിൽവർ ഗ്രേ കളർ അടിക്കാനാണ്. വീടിന് ഫുള്ള് വൈറ്റ് അടിച്ചിട്ട് ചെറിയ രീതിയിലുള്ള പോളിഷിങ് വർക്കും ഉണ്ട്. ഇത് കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം ഏറ്റവും ടോപ്പിൽ നമ്മൾ ഗ്രേ കളർ ചെറിയ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. യെല്ലോ കളറ് അതിൻ്റെ ബോർഡറും കൊടുത്തിട്ടുണ്ട്. അത് കസ്റ്റമറുടെ ഒരു നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്തതാണ്. അതുപോലെ തന്നെ ഈ ഷോ വാളിനൊക്കെ കളർ നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട്. ആദ്യം കൊടുത്തിരിക്കുന്ന ഈ ഒരു ബിസ്ക്കറ്റ് കളറാണ്. അപ്പോൾ ആ കളറ് കസ്റ്റമർക്കും പിന്നെ നമുക്കും അത്ര തൃപ്തിയായില്ല. അപ്പോൾ അത് ഞങ്ങൾ മാറ്റി എല്ലായിടത്തും തന്നെ ഒരു സിൽവർ ഗ്രേ കളർ വരാൻ പാകത്തിന് അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റും സിൽവർ ഗ്രേയും അത് വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറിയ ബോർഡർ വന്നിടത്തൊക്കെ ഞങ്ങൾ യെല്ലോ കളർ കൊടുത്തു. അതും വീടിന് അത്യാവശ്യം നല്ലൊരു അട്രാക്ഷനായിരുന്നു. അതുപോലെ തന്നെ മതിൽ പിന്നെ വൈറ്റ് കൊടുത്തിട്ട് ബോർഡർ മാറ്റി കൊടുത്തു. അതുപോലെ തന്നെ ഈ വീടിൻ്റെ കണ്ടോ ചെറിയൊരു ഡിസൈൻ പോലെ വരുന്ന ഭാഗത്തൊക്കെ കളറ് അതൊക്കെ നമ്മുടെ തന്നെ ഐഡിയയിൽ അതിന് ചേരുന്നൊരു കളറ് മാറ്റി കൊടുത്തു. അതും കാണാൻ നല്ലൊരു ഭംഗിയാണ്, അത്യാവശ്യം കുഴപ്പമില്ല കണ്ടോ. അപ്പോൾ ഇവിടെ ഈ കളർ ഞങ്ങൾ ചേഞ്ച് ചെയ്തു, അതും സിൽവർ ഗ്രേ ആക്കി. പിന്നെ ആ വാളിൽ വരുന്ന ആ ഡിസൈൻ പോലെയുള്ളതിനൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ കളർ ഒന്ന് മാറ്റി കൊടുത്ത് നോക്കി. അതും അത്യാവശ്യം നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഈ വീട് മൊത്തത്തിൽ പണി കഴിഞ്ഞ് വന്നപ്പോൾ അത്യാവശ്യം കസ്റ്റമർക്ക് നല്ല തൃപ്തിയായിരുന്നു. താങ്ക് യു.